പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിലെ പാചക സാധനങ്ങൾ നീക്കം ചെയ്തു. സ്ഥലത്തെ താൽക്കാലിക ശൗചാലയം പൊളിച്ചു നീക്കി. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. ശംഖുമുഖം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് പൊളിച്ച് നീക്കിയത്. മണ്ഡപത്തിലെ പാചക സാധനങ്ങൾ അടക്കം നീക്കം ചെയ്ത് മണ്ഡപം വൃത്തിയാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ജനം ഇംപാക്ട് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ആദ്യം അവിടെ എത്തി ഈ ഒരു വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജനം TV ആണ്. മാംസാഹാരങ്ങൾ അടക്കം അവിടെ പാചകം ചെയ്തു എന്ന് കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആറാട്ട് മണ്ഡപത്തിൽ ആചാര ലംഘനം നടന്നുവെന്ന് ജനം TV വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശംഖുമുഖം SIയുടെ നേതൃത്വത്തിൽ അവിടെ ശുചീകരണ പരിപാടികൾ നടന്നു വരികയാണല്ലേ? ദേവിക, വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മണ്ഡപം ശുചീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ തൂത്ത് വൃത്തിയാക്കി പൂർവ്വസ്ഥിതി, അതായത് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ നിലയിലേക്ക് വീണ്ടും ഈ മണ്ഡപം വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ, അതായത് വേസ്റ്റ് ഒഴുകുന്നതിന് സ്ഥാപിച്ച പൈപ്പ് ഇവിടെ നിന്ന് എടുത്തു മാറ്റി മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നോ ആ നിലയിലേക്ക് കഴുകി വൃത്തിയാക്കുന്ന ഒരു നടപടികളാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ ജനം TVയുടെ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായത്. നമ്മൾ ഈ വിഷയം അറിഞ്ഞ് ഇവിടെ എത്തി അത് വാർത്ത നൽകുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശംഖുമുഖം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ട് അടുത്ത് തന്നെ ഒരു ശൗചാലയം സ്ഥാപിച്ചിരുന്നു. ആ ശൗചാലയവും അല്പസമയം മുമ്പ് നീക്കം ചെയ്തു. പഴയ സ്ഥിതി, അതായത് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഇത് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതീവ പ്രാധാന്യവും ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ മണ്ഡപം എന്ന് പറയുന്നത്. സംരക്ഷിത കേന്ദ്രമായി നിലനിർത്തണമെന്ന ആവശ്യങ്ങൾ ശക്തമായി ഉയരുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. പാചകപ്പുരയായി മാറ്റുകയും അതോടൊപ്പം തന്നെ മത്സ്യമാംസാദികളെല്ലാം പാചകം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇത് തുടരുന്നൊരു സാഹചര്യമാണ്. 14-ാം തീയതി ആരംഭിച്ച തീരസംരക്ഷണം എന്ന സംഗമം എന്ന പരിപാടിയാണ് കുടുംബശ്രീ മിഷന്റെ തിരുവനന്തപുരം ജില്ലാ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. അതായത് തൃശ്ശൂർ, അതുപോലെ തന്നെ കോഴിക്കോട് അടക്കമുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ നിന്ന് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഗമം സംഘടിപ്പിച്ച് അവിടേക്കാണ് ഇപ്പോൾ പാചകപ്പുര സംഘടിപ്പിച്ചത്. ചേട്ടാ, ഇത്തരത്തിൽ ഗുരുതരമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ അതെല്ലാം നമ്മൾ ജനം TV വാർത്ത നൽകി അതിന് പിന്നാലെ ഇത് നീക്കം ചെയ്തൊരു നടപടിക്രമങ്ങളിലേക്കാണ് ചെയ്തത്. എത്രത്തോളം ഗൗരവമാണ് ഈ വിഷയം എന്ന് പറയുന്നത്? ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഇത് നമുക്കറിയാം, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മണ്ഡപം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൊരു ആചാര ലംഘനമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അനുമതി പോലും വാങ്ങാതെ തീരസംഗമം എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ മത്സ്യം അതോടൊപ്പം തന്നെ മാംസവും ഉപയോഗിക്കുന്നു, പാചകം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ശൗചാലയം ഇതിനുള്ളിൽ പ്രവർത്തിക്കുകയാണ്. ഇത് തികച്ചും ഹിന്ദു വിശ്വാസ ആചാരങ്ങളുടെ ഒരു ലംഘനമാണ്. ഈ ആചാര ലംഘനത്തിനെതിരെ ഹിന്ദു സംഘടനകൾ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ നമ്മളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് റൂറൽ SPക്ക് പരാതി നൽകിക്കൊണ്ട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഹിന്ദു വിശ്വാസ ആചാര ലംഘനം നടത്തിയതിനെതിരെ അവർക്കെതിരെ നിയമ നടപടി FIR ഇട്ട് അവർക്കെതിരെ നിയമ നടപടി കേസെടുക്കണമെന്നാണ് ഹിന്ദു സംഘടനകളുടെ ആവശ്യം. ജില്ലാ കുടുംബശ്രീ മിഷനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതിന് അനുമതി നൽകുന്നതിൽ നഗരസഭയും ഒരു പങ്കുണ്ട്, അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്തുമുണ്ട്. എന്നാൽ ഈ വിഷയം നടന്ന് ഇതുവരെയായി ഈ സമയമായിട്ടും അത്തരത്തിൽ ആരും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കുടുംബശ്രീ മിഷൻ്റെ ഭാഗത്തുനിന്നോ ആരും ഇവിടേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഇത് നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കുവാനോ തയ്യാറായിട്ടേ ഇല്ല. അതുമാത്രമല്ല, അവരുടെ ഭാഗത്തൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതികരണം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആചാരങ്ങൾ നടക്കുന്നതിന് അതിൻ്റെ ഒരു ലംഘനം നടക്കുമ്പോൾ അതിന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. മറ്റ് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ച് പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുടുംബശ്രീ മിഷൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്നത് ഈ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ മണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആചാര ലംഘനമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം നഗരസഭ പോലും ഇതിന് എന്താണെന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുവാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ സ്ഥലത്ത് വരിക പോലും ചെയ്തിട്ടില്ല. അത് നീതി നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് തുടർ നടപടികൾ എന്ന നിലയിലേക്ക് ഇതിൻ്റെ മറ്റ് ഹിന്ദു സംഘടനകളുമായിട്ട് നമ്മൾ ആലോചിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടായ ഒരു കാര്യങ്ങൾ ആചാര ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമ നടപടി, അതോടൊപ്പം തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്നത്.
നടന്നിരിക്കുന്നത്. നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ എത്തിയിരുന്നു, സ്വന്തം ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാംസാഹാരം പാചകം ചെയ്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? മാംസാഹാരം ഇത് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ മാംസാഹാരം പാചകം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ളിൽ ഞങ്ങൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, മാംസാഹാരത്തിനോടൊപ്പം തന്നെയാണ് ശൗചാലയം ഇതിനുള്ളിൽ പ്രവർത്തിച്ചത്. അത് ആചാര ലംഘനമാണ്. ഇത് നമ്മുടെ പത്മനാഭ സ്വാമിയെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പവിത്രമായി കരുതുന്ന ആ ഒരു സ്ഥലമാണ് ഈ മണ്ഡപം എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അദ്ദേഹം നടപടി അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങളും തയ്യാറാവും, ഹിന്ദു സംഘടനകളും അത് തയ്യാറാവും. യഥാർത്ഥത്തിൽ ഇതിൽ നടന്നിരിക്കുന്നത് മാംസാഹാരം ഇതിനുള്ളിൽ വെച്ച് പാചകം ചെയ്യുകയും അതൊന്ന് കഴിഞ്ഞ 3 ദിവസമായിട്ട് തീര സംഗമം എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. കുടുംബശ്രീ മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തീര സംഗമം എന്ന് പറയുന്ന പരിപാടിയിൽ ആചാര ലംഘനമാണ് ഇതിന് നടന്നിരിക്കുന്നത്. നടപടികളുണ്ടായി, അതിനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവേണ്ടതാണ്. ദേവിക, എന്തായാലും വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം പിന്നീട് ഇത് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചു. ഇപ്പോൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മാലിന്യം കിടന്ന സ്ഥലം, അതായത് പാചകം ചെയ്ത സ്ഥലവും അതോടൊപ്പം തന്നെ വേസ്റ്റ് ബേസിൻ ഇരുന്ന സ്ഥലം അടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഇതിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നാണ് പ്രതികരണം വന്നിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ തന്നെ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബിരിയാണി വിളമ്പിയതടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സംഭവങ്ങൾ അടിക്കടിക്ക് ഉണ്ടാകുമ്പോഴും അതിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നാണ് ഇവർ ഏറ്റവും ഇവിടെ നിന്നും ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് മാറ്റി എന്ന് പറയുമ്പോഴും അവിടെ കൃത്യമായ ആചാര ലംഘനമുണ്ടായി. നമുക്കറിയാം ഒട്ടനവധി ഭക്തജനങ്ങളുടെ ഒരു വൈകാരികതയെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെയല്ലേ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. കാരണം 16 കാൽ മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത് തന്നെ വിഗ്രഹങ്ങളെ പൂജയ്ക്കായി അവിടെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെങ്ങോല കൊണ്ട് നെയ്ത വല്ലത്തിൽ കരിക്കും മറ്റും പൂജിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അത്രയും പവിത്രമായി സൂക്ഷിച്ചു വന്നൊരു സ്ഥലത്ത് തന്നെയല്ലേ ഈ മാംസാഹാരങ്ങൾ പാകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞാലും ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ? ദേവിക, ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിരി ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 3-ാം തീയതിയാണ് ആറാട്ട്. ആ ആറാട്ടോട് അനുബന്ധിച്ചിട്ടാണ് വീണ്ടും ഇവിടേക്ക് ഈ ആറാട്ട് വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഘോഷയാത്ര അടക്കം ഉണ്ടാകുന്നുണ്ട്. അത് അടുത്ത മാസം, 1 മാസം മാത്രമാണ് ഇനി പൈങ്കിരി ഉത്സവത്തിന് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആറാട്ട് ആരംഭിക്കാനെല്ലാം 1 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഗുരുതരമായൊരു ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ 16 കാൽ മണ്ഡപത്തിന്റെ നടുക്ക് ഭാഗത്ത്, മധ്യഭാഗത്തായിട്ടാണ് പത്മനാഭസ്വാമിയുടെ വിഗ്രഹം സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ വലതുഭാഗത്തായി നരസിംഹമൂർത്തിയെയും ഇടതുഭാഗത്ത് കൃഷ്ണസ്വാമിയെയും പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈ ആറാട്ട് നടത്തുന്നത്. ആറാട്ട് നടത്തിയതിനു ശേഷം ഇവിടെ ദർശനവും ഉണ്ടാവും. ഭക്തർ ഇവിടെ വന്നത് ദർശിച്ച് മടങ്ങുകയും ചെയ്യും. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പൈങ്കിരി ഉത്സവം 2 വർഷത്തിൽ 2 തവണയായി നടക്കുന്ന അൽപ്പശി പൈങ്കിരി ഉത്സവങ്ങൾക്കായി ഇവിടെ അത് ദർശിക്കുന്നതിനും ആറാട്ടിനായും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. മാത്രമല്ല, എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്തെ ഒരു വിമാനത്താവളം ഒരു ഉത്സവത്തിന് വേണ്ടി അടച്ചിടുന്നെങ്കിൽ അത് തിരുവനന്തപുരത്ത് മാത്രമാണ്. വിമാനങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഈ ഘോഷയാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളുടെ ഭാഗമായിട്ട് അടച്ചിടുന്നെങ്കിൽ അത് തിരുവനന്തപുരത്ത് മാത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ 2 ഉത്സവത്തോട്, അത് അൽപ്പശി പൈങ്കിരി ഉത്സവത്തോട് മാത്രമാണ്, ഈ ഉത്സവത്തിൻ്റെ ആറാട്ടിന് വേണ്ടി മാത്രമാണ് ഇത് അടച്ചിടുന്നത്. എന്നിരിക്കെ അത്രത്തോളം പരമപവിത്രവും പരിപാവനവുമായിട്ട് ഭക്തർ കാണുന്നത് കൊണ്ടാണ് ഇന്നും ഇപ്പോഴും ഈ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇത്രയും വർഷം പിന്നിടുമ്പോഴും അതേ ആചാരം പിൻപറ്റിക്കൊണ്ട് ഇപ്പോഴും ഈ വിമാനത്താവളം അടക്കം അടച്ചിട്ടുകൊണ്ട് സുരക്ഷയോടുകൂടി യാത്ര തിരുവനന്തപുരത്ത് നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വള്ളക്കടവ് വഴി ശംഖുമുഖത്തേക്ക് എത്തുവാനുള്ള അനുമതി നൽകുന്നത് അതിന്നും തുടരുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം നിലനിൽക്കുകയാണ് അത്രത്തോളം പരിപാവനമായിട്ട് കാണേണ്ട ഈ 16 കാൽ മണ്ഡപത്തിൽ. ആ മണ്ഡപത്തിൽ തന്നെ മത്സ്യവും മാംസവും അടക്കം പാചകം ചെയ്യാനുള്ള അനുമതി കൊടുത്തത് കുടുംബശ്രീ മിഷന്റെ ജില്ലാ മിഷന്റെ ഭാഗമായിട്ടാണ്. മിഷനാണ് ഇത് നടത്തിയത്. തിരുവനന്തപുരത്തുള്ളവരാണ്, തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ സംഘാടകർ. ആ സംഘാടകർക്ക് കൃത്യമായി അറിയാം എത്രത്തോളം പ്രത്യേകതയുള്ളതാണ്, വൈശിഷ്ട്യമുള്ളതാണ് മണ്ഡപമെന്ന് അറിയാവുന്നവരാണ്. അറിഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ഒരു നഗ്നമായ ലംഘനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വൃത്തിയാക്കി മണ്ഡപമടക്കം വൃത്തിയാക്കുന്ന നടപടിയിലേക്ക് പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ശൗചാലയങ്ങൾ ഇവിടെ നിന്നും താൽക്കാലിക ശൗചാലയം സ്ഥാപിച്ചിരുന്നു. ആ താൽക്കാലിക ശൗചാലയം എടുത്തു മാറ്റി. അതോടൊപ്പം തന്നെ ഈ മാലിന്യം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴി സ്ഥാപിച്ചിരുന്നു. ആ കുഴികൾ മൂടുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത്
ഈ സംഭവം നടന്ന് ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നോ ഉള്ള അധികൃതർ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല ഇതിനെയൊന്നും സ്ഥലത്തെ MLA പോലും ഇതൊന്ന് സംഭവ സ്ഥലം സന്ദർശിക്കുകയോ അവിടെ ഒന്ന് നിരീക്ഷിക്കുവാനോ വിലയിരുത്തുവാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വിലയിരുത്തുവാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു നഗ്നമായ ആചാര ലംഘനമാണ് നടന്നിരിക്കുന്നത്. പൈങ്കിരി ഉത്സവം നടക്കാൻ ഇനി 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ശുദ്ധികലശം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് ഉത്സവത്തിൻ്റെ ഭാഗമായി ശുദ്ധികലശം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. മണ്ഡപം ശുദ്ധികലശം അടക്കം നടത്തി തന്ത്രിയുടെയൊക്കെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇത് ശുദ്ധികലശം നടത്തിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ജനം TVയുടെ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം തീരസംഗമം പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ മിഷനാണ്. ആ സംഗമം പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ 16 കാൽ മണ്ഡപത്തെ പരിപാവനമായി ഭക്തർ കാണുന്ന ആരാധിച്ചു പോകുന്ന ഭഗവാന്റെ ആറാട്ട് നടത്തുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആറാട്ട് നടത്തുന്ന ഈ പരിപാവനമായ 16 കാൽ മണ്ഡപത്തെ പാചകപ്പുരയായി മാറ്റുകയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും മത്സ്യമാംസാദികളടക്കം കൊണ്ടുവന്ന് അത് പാചകം ചെയ്യുന്നതിനും അവിടെ നിക്ഷേപിക്കുന്നതും അടക്കമുള്ള സമീപനമുണ്ടായത്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് തന്നെ മണ്ഡപത്തോട് ചേർന്ന് തന്നെ മാലിന്യങ്ങൾ ഒഴുകുന്നതിനുള്ള കുഴികൾ സ്ഥാപിക്കുകയും താൽക്കാലിക ശൗചാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തതെല്ലാം ഈ മണ്ഡപത്തോട് ചേർന്ന് തന്നെയാണ്. ഈ മണ്ഡപത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളെ പൂർണ്ണമായും കെട്ടിമറച്ചുകൊണ്ട് ചുവരുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് കെട്ടിമറച്ചുകൊണ്ട് ഇപ്പോഴും മാലിന്യം നിക്ഷേപിച്ചതിന് ശേഷമാണോ കുഴി മൂടിയത്, അതോ അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷമാണോ കുഴി മൂടിയത്? മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. അതായത് ശൗചാലയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ തന്നെയാണ് അവിടെ കുഴി മൂടിയത്. മറ്റടുത്തായിട്ട് 3 കുഴികൾ 2 കുഴികൾ വേറെ ഉണ്ടായിരുന്നു. അത് കൈ കഴുകുന്ന വെള്ളം പോകുന്നതിനും മറ്റുമായി സ്ഥാപിച്ച വാഷ് ബേസിൻ അടക്കമുള്ളവയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ആണ് അവിടെ ഒഴുക്കിയിരുന്നത്. വെള്ളം ആണ്, അതും മണ്ണിട്ട് മൂടുകയും ചെയ്തു. ശൗചാലയത്തിൻ്റെ ഭാഗത്തായിട്ടുണ്ടായിരുന്ന കുഴി ഇതുവരെ താൽക്കാലിക ശൗചാലയം ഉണ്ടായിരുന്നു. അതിൽ മറ്റു നീക്കം ചെയ്തിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയാണ് കുഴി മൂടിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ശംഖുമുഖം SIയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മണ്ഡപം കഴുകി വൃത്തിയാക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടായിരുന്നു. ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും BJPയും അടക്കമുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. ഈ ശംഖുമുഖം SIയുടെ അവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതല്ലാതെ മറ്റ് കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നോ ശുചിത്വ മിഷന്റെ ഭാഗത്തു നിന്നോ ഉള്ള ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവിടേക്ക് എത്തിയില്ല. മറ്റ് MLA പോലും സന്ദർശിക്കുവാനോ സ്ഥലം സന്ദർശിക്കുവാനോ അതിൻ്റെ ഗൗരവം അനുസരിച്ചുകൊണ്ട് അതിനെ ഒന്ന് വിലയിരുത്തുവാൻ പോലും തയ്യാറായില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നടപടിക്രമങ്ങൾ എല്ലാം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗവും ശുദ്ധീകരണം നടത്തുന്ന നിലയിലേക്ക്, അതായത് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും പ്രതികരിക്കുകയും ചെയ്ത് പലരും പറഞ്ഞത് ഇത് പൊളിച്ചു കളഞ്ഞു എന്നാണ്. മണ്ഡപം പൊളിച്ചു കളഞ്ഞു എന്ന് സംശയം തോന്നിയെന്നാണ് പലരും പറഞ്ഞത്. അതായത് ഈ മണ്ഡപത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം അത് പൊളിച്ചു മാറ്റിയെന്നാണ് ആദ്യം ഇവർ കരുതിയത്. കാരണം അത്രയും പത്തടിപ്പൊക്കത്തിലുള്ള ഷീറ്റ് ഇവിടേക്ക് ഇട്ടു. ആ പത്തടിപ്പൊക്കത്തിലുള്ള ഷീറ്റ് ഇട്ടുകൊണ്ട് ഇവിടം മറച്ചാണ് ഈ പാചകപ്പുര ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ പാചകപ്പുര ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ അറിയാൻ കഴിയില്ല. അപ്പോഴേക്കുമാണ് ആ സാഹചര്യത്തിലാണ് ഇവിടെ സൃഷ്ടിച്ചത്. എന്തായാലും ചേട്ടൻ ഈ പ്രദേശത്തുള്ളതല്ലേ? അതെ. എങ്ങനെ ആദ്യം വന്നപ്പോൾ എന്താ തോന്നിയത്? ആദ്യം വന്നപ്പോൾ എൻ്റെ മണ്ഡപം കണ്ടില്ല, അധികാരികളെ ഞാൻ മണ്ഡപത്തും പൊളിച്ചു മാറ്റിയെന്ന് വിചാരിച്ച് അന്തം വിട്ടുപോയി. ഇത്രയും ഉയർന്ന വേലിയെല്ലാം കെട്ടിവെച്ച് 3 റൗണ്ടാണ് ഞാൻ കറങ്ങിയത്. പിന്നെ ഇതുവഴി അകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് പിന്നെ മറ്റേ ഈ ടോയ്ലറ്റ് എന്നും പറഞ്ഞ് പുതിയ സംവിധാനത്തിലുള്ള ടോയ്ലറ്റും സ്ഥാപിച്ച് അവിടെ പിന്നെ ബീഫ് കറി വെച്ചുകൊണ്ടാണ് നിന്നത്. ഞാൻ ബഹളം ഉണ്ടാക്കി. എൻ്റെ സുഹൃത്ത് വന്ന് അവർ പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ച് വരുത്തി അദ്ദേഹത്തിൻ്റെ ശാസനപ്രകാരമാണ് എല്ലാം മതിയാക്കി. അപ്പോൾ എല്ലാം കെട്ടിമറിച്ചുകൊണ്ടായിരുന്നല്ലേ? അതെ, എല്ലാം കെട്ടിമറിച്ചുകൊണ്ടാണ്. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടക്കുവാണ് പരിപാടി. ആരും അറിഞ്ഞില്ലേ? ആരും അറിഞ്ഞില്ല. അതിന് പത്രത്തിലോ പേപ്പറിലോ ഒന്നും വന്നില്ലല്ലോ. ഇല്ലേ, ഇത്രയും വലിയ സ്റ്റേജൊക്കെ കിട്ടിയിരിക്കുമല്ലേ, കാണണ്ടല്ലേ? അതെ, അവിടെ ബോർഡുകൾ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്തുണ്ടാക്കിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന്. വലിയ വിഷമമുണ്ടായോ? വലിയ വിഷമമുണ്ടായി. പിന്നെ ഇത്രയും പ്രായത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളിത് വളരെ പരിമിതമായിട്ട്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സുകുമാരൻ. ഇവിടെ താമസിക്കുന്ന ആളാണ്.
അതെ. ഈ പ്രായത്തിലേക്ക് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, വന്നിട്ടുമില്ല. കടപ്പെടുത്താർ ക്ഷീണിച്ച് വന്ന് ഇതിനകത്ത് കാറ്റുകൊള്ളാൻ ഇരിക്കാറ് പതിവുണ്ട്. അല്ലാതെ വേറെ ഒരു പിന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും ഇവിടെ നടക്കാൻ അനുവദിച്ചിട്ടുമില്ല. ദേവിക, അതാണ് ഈ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത്. ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഇടയ്ക്ക് കാറ്റുകൊള്ളാനായിട്ട് ഇവിടെ ഇരിക്കുന്നതല്ലാതെ മറ്റ് അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ഉണ്ടാകാറുമില്ല. ഇവിടം സംരക്ഷിക്കണമെന്ന ആവശ്യം കുറച്ച് കാലമായിട്ട് ഉയരുന്നുണ്ട്. അതായത് 16 മണ്ഡപത്തെ സംരക്ഷിച്ച് നിർത്തണം, പൈതൃക ഒരു സ്മാരകമായി നിലനിർത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത്, വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് കുടുംബശ്രീ മിഷനാണ് ഇതിൻ്റെ ചുമതലയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിന് അനുമതി നൽകുന്നതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തൊരു പരിപാടിയാണ്, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. 14-ാം തീയതിയാണ് ഈ പരിപാടി ആരംഭിച്ചത്. തീരസംഗമം എന്ന പേരിലാണ് ശംഖുമുഖത്ത് ഇത്തരത്തിലൊരു വലിയ പരിപാടി സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യമേള ഉണ്ടായിരുന്നത്. ആ ഭക്ഷ്യമേളയ്ക്ക് ആവശ്യമായിട്ട് പാചകം ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഭക്ഷ്യമേളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ സ്ഥലത്തെ മണ്ഡപത്തെ ഒരു പാചകപ്പുരയായി മാറ്റിയത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ഹൈന്ദവ സംഘടനകളുടെ അടക്കം നേതാക്കൾ ഇവിടേക്ക് എത്തുകയും ചെയ്തു, അവരുടെ പ്രതികരണങ്ങൾ പറയുകയും ചെയ്തു. മാത്രമല്ല, നേരിട്ടും അല്ലാതെയും എല്ലാം പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുന്നു. നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്രത്തോളം പരിപാവനമായിട്ടാണ് ഈ ക്ഷേത്രവും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം അറിയാൻ അതിനെ എത്രത്തോളം പ്രാധാന്യം നൽകുന്നറിയാം. നമുക്ക് ഈ വിജയദശമി ഉത്സവത്തോടനുബന്ധിച്ച് പോലും അങ്ങ് ഉടവാൾ കൈമാറ്റം അടക്കം നടന്നു വരുന്നത് പോലും കേരള അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിൻ്റെയൊക്കെ സംയുക്ത നേതൃത്വത്തിലാണ്. ഇവിടെയും അടക്കം ഈ അൽപ്പശി പൈങ്കിരി ഉത്സവങ്ങൾക്കടക്കം ആ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതടക്കം അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതടക്കം പോലീസിൻ്റെ ഒരു വലിയ ഒരു സന്നാഹം തന്നെ ഒപ്പം അനുഗമിക്കാറുണ്ട്. മാത്രമല്ല, ഇതിന് ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥർ ഇതിനോടൊപ്പം അനുഗമിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ട്. അതായത് അത്രത്തോളം ഇത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തന്നെ അത്തരത്തിൽ നിലനിർത്തണമെന്ന ഒരു ആവശ്യം കൂടി ഈ പണ്ട് രാജകുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിപാവനതയെ കളങ്കപ്പെടാതെ ആ പരിപാവനതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭരണം തുടങ്ങുമ്പോഴും അത്തരത്തിൽ പരിപാവനത കാത്തു സൂക്ഷിക്കണമെന്നും പൈതൃകമായി കാത്തുകൊണ്ടുപോയിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ അത്തരത്തിൽ തന്നെ നിലനിർത്തണമെന്നുള്ള ആവശ്യം ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ സമയത്ത് തന്നെ, അതായത് ഇന്ത്യൻ യൂണിയനുമായി തിരുവിതാംകൂർ ലയിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള തീരുമാനം കൂടി നടന്നു വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഉത്സവ സമയത്ത്, അതായത് വർഷത്തിൽ 2 തവണ നടക്കുന്ന അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾ, 6 മാസത്തിനിടയിൽ വരുന്ന ആ ഉത്സവങ്ങൾക്കായി ഈ വിമാനത്താവളത്തിൻ്റെ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചുകിട്ടുകൊണ്ട് അതിലേക്ക് ഘോഷയാത്ര കടന്നു പോകാനുള്ള അനുമതി പോലും നൽകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വൈശിഷ്ട്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, അനന്തപത്മനാഭൻ വൃത്തിയാക്കിയത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹാരമാകുന്നില്ല. കാരണം വളരെയധികം ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് നഗരസഭയും മറ്റധികാരികളും മറുപടി പറഞ്ഞേ മതിയാവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിലെ പാചക സാധനങ്ങൾ നീക്കം ചെയ്തു. സ്ഥലത്തെ താൽക്കാലിക ശൗചാലയം പൊളിച്ചു നീക്കി. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.